ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗലാത്യ 1 മുതൽ 6 വരെ അധ്യായങ്ങളിൽ നിന്നും ഓപ്ഷനോട് കൂടിയ 100 ചോദ്യോത്തരങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഗലാത്യ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് നാളെ, അതായത് 6/6/2026 ശനിയാഴ്ച രാത്രി 8 മുതൽ 10 വരെ സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ നൽകി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത്? എ 100, ബി 430, സി 500, ഡി 400. ഉത്തരം ബി 430. ചോദ്യം 2. ഗലാത്യ 2:18 പ്രകാരം ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുകയാണ്? എ അതിക്രമം പ്രവർത്തിക്കുകയാണ്, ബി സാഹസം കാണിക്കുകയാണ്, സി അതിക്രമം കാണിക്കുകയാണ്, ഡി പരാക്രമം കാണിക്കുകയാണ്. ഉത്തരം സി അതിക്രമം കാണിക്കുകയാണ്. ചോദ്യം 3. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച എന്തിനെയാണ് അസാധുവാക്കാത്തത്? എ ഉടമ്പടിയെ, ബി ബലികളെ, സി ആചാരങ്ങളെ, ഡി നിയമങ്ങളെ. ഉത്തരം എ ഉടമ്പടിയെ. ചോദ്യം 4. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ എന്തിൽ നിന്നു നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു? എ സത്യത്തിൽ നിന്ന്, ബി നന്മയിൽ നിന്ന്, സി സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ഡി കൃപാവരത്തിൽ നിന്ന്. ഉത്തരം ഡി കൃപാവരത്തിൽ നിന്ന്. ചോദ്യം 5. എന്തിനു വേണ്ടിയാണ് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി എന്ന് പൗലോസ് പറയുന്നത്? എ ലോകസുഖങ്ങൾക്ക് വേണ്ടി, ബി വിശ്രമിക്കാൻ വേണ്ടി, സി ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഡി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി. ഉത്തരം സി ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ചോദ്യം 6. സുവിശേഷം വെളിപ്പെട്ടതിന് ശേഷം പൗലോസ് ആദ്യം എവിടേക്കാണ് പോയത്? എ ജെറുസലേമിലേക്ക്, ബി സിറിയയിലേക്ക്, സി അറേബ്യയിലേക്ക്, ഡി എഫെസോസിലേക്ക്. ഉത്തരം സി അറേബ്യയിലേക്ക്. ചോദ്യം 7. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും എന്തിൽ നിന്നായിരിക്കില്ല? എ വംശത്തിൽ നിന്ന്, ബി പ്രവൃത്തിയിൽ നിന്ന്, സി വാഗ്ദാനത്തിൽ നിന്ന്, ഡി സൽപ്രവൃത്തിയിൽ നിന്ന്. ഉത്തരം സി വാഗ്ദാനത്തിൽ നിന്ന്. ചോദ്യം 8. പരിശുദ്ധാത്മാവിലൂടെ എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ നിത്യജീവൻ, ബി വിശ്വാസം വഴി നീതി, സി ദൈവരാജ്യം, ഡി വിശുദ്ധ ജീവിതം. ഉത്തരം ബി വിശ്വാസം വഴി നീതി. ചോദ്യം 9. അറേബ്യയിൽ നിന്ന് പൗലോസ് തിരിച്ചു വന്നത് എവിടേക്കാണ്? എ ജെറുസലേമിലേക്ക്, ബി ദമാസ്കസിലേക്ക്, സി ഗലാത്യയിലേക്ക്, ഡി റോമിലേക്ക്. ഉത്തരം ബി ദമാസ്കസിലേക്ക്. ചോദ്യം 10. പാരമ്പര്യാവകാശം ലഭിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ചോദിക്കുന്ന ചോദ്യമെന്ത്? എ സ്നേഹം എവിടെ, ബി പിന്നെന്തിനാണ് നിയമം, സി സമാധാനം എവിടെ, ഡി വിശ്വാസം എവിടെ. ഉത്തരം ബി പിന്നെന്തിനാണ് നിയമം. ചോദ്യം 11. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഏതു തരം വിശ്വാസമാണ് സുപ്രധാനം? എ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ, ബി വിശ്വാസത്തിലൂടെ പ്രവർത്തനനിരതമായ, സി സ്നേഹത്തിലൂടെ പ്രവർത്തനരഹിതമായ, ഡി സത്യത്തിലൂടെ പ്രവർത്തനനിരതമായ. ഉത്തരം എ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ. ചോദ്യം 12. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? എ 1, ബി 2, സി 3, ഡി 10. ഉത്തരം സി 3. ചോദ്യം 13. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ നിയമം നൽകപ്പെടാനുള്ള കാരണം എന്താണ്? എ അറിവ് വർദ്ധിപ്പിക്കാൻ, ബി സ്നേഹം വർദ്ധിക്കാൻ, സി പാപങ്ങൾ നിമിത്തം, ഡി ഭയം വർദ്ധിക്കാൻ. ഉത്തരം സി പാപങ്ങൾ നിമിത്തം. ചോദ്യം 14. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ എപ്രകാരമാണ് ദാസരെ പോലെ പരസ്പരം സേവിക്കേണ്ടത്? എ ബഹുമാനത്തോടുകൂടെ, ബി വിശ്വസ്തയോടെ, സി കാരുണ്യത്തോടെ,
ഡി സ്നേഹത്തോടുകൂടെ. ഉത്തരം ഡി സ്നേഹത്തോടുകൂടെ. ചോദ്യം 15. ആരാണ് വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തത്? എ പുത്രൻ, ബി പിന്തുടർച്ചാ അവകാശി, സി കാര്യസ്ഥൻ, ഡി മക്കൾ. ഉത്തരം ബി പിന്തുടർച്ചാവകാശി. ചോദ്യം 16. ദൈവദൂതന്മാർ വഴി ആരിലൂടെയാണ് നിയമം വിളംബരം ചെയ്യപ്പെട്ടത്? എ രാജാവിലൂടെ, ബി പുരോഹിതനിലൂടെ, സി മധ്യവർത്തിയിലൂടെ, ഡി പ്രവാചകനിലൂടെ. ഉത്തരം സി മധ്യവർത്തിയിലൂടെ. ചോദ്യം 17. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യ 5:16. ഇതിനു മുന്നോടിയായി വിശുദ്ധ പൗലോസ് പറയുന്നതെന്ത്? എ സഹോദരരെ, ബി മക്കളെ ഇത് കേൾക്കുവിൻ, സി നിങ്ങളോട് ഞാൻ പറയുന്നു, ഡി കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നു. ഉത്തരം സി നിങ്ങളോട് ഞാൻ പറയുന്നു. ചോദ്യം 18. ഏത് കാലാവധി വരെയാണ് പിന്തുടർച്ചാവകാശി രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കുന്നത്? എ പ്രായപൂർത്തിയാകുന്നതുവരെ, ബി പിതാവ് ആഗ്രഹിക്കുന്ന കാലം വരെ, സി പിതാവ് നിശ്ചയിച്ച കാലം വരെ, ഡി പക്വത പ്രാപിക്കുന്നതുവരെ. ഉത്തരം സി പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ. ചോദ്യം 19. തൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ആരിൽ വിശ്വസിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ രാജാവിൽ, ബി തന്നിൽ തന്നെ, സി ദൈവപുത്രനിൽ, ഡി നിയമജ്ഞരിൽ. ഉത്തരം സി ദൈവപുത്രനിൽ. ചോദ്യം 20. വിശുദ്ധ പൗലോസ് കേപ്പായോടൊപ്പം എത്ര ദിവസം താമസിച്ചു? എ 7 ദിവസം, ബി 10 ദിവസം, സി 15 ദിവസം, ഡി 1 മാസം. ഉത്തരം സി 15 ദിവസം. ചോദ്യം 21. ഏത് സാഹചര്യത്തിൽ മാത്രമേ ഒരു മധ്യവർത്തിയുടെ ആവശ്യം വരുന്നുള്ളൂ? എ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ, ബി ഒരാൾ മാത്രമാണെങ്കിൽ, സി ആരുമില്ലെങ്കിൽ, ഡി എല്ലാവരും തുല്യരാണെങ്കിൽ. ഉത്തരം എ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ. ചോദ്യം 22. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്തിന് എതിരാണ്? എ ജഡമോഹങ്ങൾക്ക്, ബി ജഡത്തിന്, സി ജഡിക പ്രവണതയ്ക്ക്, ഡി ജഡിക അഭിലാഷങ്ങൾക്ക്. ഉത്തരം ബി ജഡത്തിന്. ചോദ്യം 23. ഏതു പ്രായത്തിലാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത്? എ ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, ബി യുവാക്കളായിരുന്നപ്പോൾ, സി ശിശുക്കളായിരുന്നപ്പോൾ, ഡി ബാലനായിരുന്നപ്പോൾ. ഉത്തരം സി ശിശുക്കളായിരുന്നപ്പോൾ. ചോദ്യം 24. ഗലാത്യ 2:20 ദൈവപുത്രന് പൗലോസ് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതൊക്കെ? എ ലോകത്തിൻ്റെ രാജാവും വിധിയാളനും, ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത, സി അത്ഭുത പ്രവർത്തകനും വൈദ്യനും, ഡി കരുണയുള്ളവനും കോപിക്കുന്നവനും. ഉത്തരം ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത. ചോദ്യം 25. കേപ്പായെ കൂടാതെ ജെറുസലേമിൽ പൗലോസ് കണ്ടത് ആരെയാണ്? എ മത്തായിയെ, ബി ലൂക്കായെ, സി യാക്കോബിനെ, ഡി ഫിലിപ്പോസിനെ. ഉത്തരം സി യാക്കോബിനെ. ചോദ്യം 26. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ആ പുത്രൻ ആരിൽ നിന്ന് ജാതനായി എന്നാണ് വചനം പറയുന്നത്? എ മറിയത്തിൽ നിന്ന്, ബി തിരഞ്ഞെടുക്കപ്പെട്ടവളിൽ നിന്ന്, സി സ്ത്രീയിൽ നിന്ന്, ഡി കന്യകയിൽ നിന്ന്. ഉത്തരം സി സ്ത്രീയിൽ നിന്ന്. ചോദ്യം 27. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്ന് ഗലാത്യ 2:5 പൗലോസ്ലീഹ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? എ വിജാതീയരെ, ബി രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ, സി യഹൂദ പ്രമാണികളെ, ഡി സഭാധികാരികളെ. ഉത്തരം ബി രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ. ചോദ്യം 28. താൻ എഴുതിയത് സത്യമാണെന്നതിന് പൗലോസ് ആരെ സാക്ഷിയാക്കുന്നു? എ കേപ്പായെ, ബി തന്നെ, സി ദൈവത്തെ, ഡി ഗലാത്യക്കാരെ. ഉത്തരം സി ദൈവത്തെ. ചോദ്യം 29. നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? എ ആഗ്രഹങ്ങൾക്ക്, ബി വാഗ്ദാനങ്ങൾക്ക്, സി പദ്ധതികൾക്ക്, ഡി താൽപ്പര്യങ്ങൾക്ക്. ഉത്തരം ബി വാഗ്ദാനങ്ങൾക്ക്.
ചോദ്യം 30. ഗലാത്യ 5:20 എത്ര തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? A 9, B 7, C 11, D 6. ഉത്തരം A 9. ചോദ്യം 31. പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് ക്രിസ്തു ആരെയാണ് വിമുക്തരാക്കിയത്? A യഹൂദരെ, B വിജാതീയരെ, C പാപികളെ, D നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ഉത്തരം ഡി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ചോദ്യം 32. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. ഏത് തന്നെയെന്നാണ് ഗലാത്യ 2:10 പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? എ ജെറൂസലേമിലേക്ക് പോകണം, ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, സി വിജാതീയരെ ഒഴിവാക്കണം, ഡി സുവിശേഷം എഴുതണം. ഉത്തരം ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 33. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ 20, ബി 22, സി 24, ഡി 30. ഉത്തരം സി 24. ചോദ്യം 34. എന്തു നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? എ പുതിയ നിയമം, ബി കർക്കശമായ നിയമം, സി ജീവദായകമായ ഒരു നിയമം, ഡി പഴയ നിയമം. ഉത്തരം സി ജീവദായകമായ ഒരു നിയമം. ചോദ്യം 35. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം എവിടേക്കാണ് അയച്ചത്? എ നമ്മുടെ ഹൃദയത്തിലേക്ക്, ബി നമ്മുടെ ശരീരത്തിലേക്ക്, സി നമ്മുടെ ബുദ്ധിയിലേക്ക്, ഡി നമ്മുടെ ആത്മാവിലേക്ക്. ഉത്തരം എ നമ്മുടെ ഹൃദയത്തിലേക്ക്. ചോദ്യം 36. അന്ത്യോക്യായിൽ വെച്ച് പൗലോസ് കേപ്പയെ എപ്രകാരമാണ് എതിർത്തത്? എ മുഖത്തു നോക്കി എതിർത്തു, ബി കത്തെഴുതി എതിർത്തു, സി മറ്റുള്ളവരോട് പരാതിപ്പെട്ടു, ഡി രഹസ്യമായി എതിർത്തു. ഉത്തരം എ മുഖത്തു നോക്കി എതിർത്തു. ചോദ്യം 37. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എന്ത് യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടിയാണ് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? എ വിശ്വാസികൾ പാപമോചനം പ്രാപിക്കേണ്ടതിന്, ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്, സി വിശ്വാസികൾ ആത്മാഭിഷേകം പ്രാപിക്കേണ്ടതിന്, ഡി വിശ്വാസികൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്. ഉത്തരം ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്. ചോദ്യം 38. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് എന്താണ്? എ വിശുദ്ധനുമാണ്, ബി ആദ്യജാതനുമാണ്, സി അവകാശിയുമാണ്, ഡി കുടുംബാംഗവുമാണ്. ഉത്തരം സി അവകാശിയുമാണ്. ചോദ്യം 39. ഗലാത്യ 2:13 അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അവൻ ആരാണ്? എ പൗലോസ്, ബി ബാർണബാസ്, സി കേപ്പ, ഡി തീത്തോസ്. ഉത്തരം സി കേപ്പ. ചോദ്യം 40. സഭയെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് കേട്ടത്? എ കച്ചവടം ചെയ്യുന്നു, ബി മരണം കാത്തുകഴിയുന്നു, സി വിശ്വാസം പ്രസംഗിക്കുന്നു, ഡി റോമിലേക്ക് പലായനം ചെയ്തു. ഉത്തരം സി വിശ്വാസം പ്രസംഗിക്കുന്നു. ചോദ്യം 41. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഗലാത്യ 3:23 പറയുന്നത്? എ നിയമത്തിൻ്റെ കാവലിലായിരുന്നു, ബി പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, സി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലായിരുന്നു, ഡി സ്വർഗീയ അനുഭവത്തിലായിരുന്നു. ഉത്തരം എ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. ചോദ്യം 42. ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ എപ്രകാരമാണ് അവനെ വീണ്ടെടുക്കേണ്ടത്? എ സ്നേഹത്തോടെ, ബി കാരുണ്യത്തോടെ, സി ദയയോടെ, ഡി സൗമ്യതയോടെ. ഉത്തരം ഡി സൗമ്യതയോടെ. ചോദ്യം 43. ഗലാത്യ 4:12 വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത്? എ എൻ്റെ കുഞ്ഞുമക്കളെ, ബി ഭോഷന്മാരായ ഗലാത്യക്കാരെ, സി സഹോദരരെ, ഡി വിശുദ്ധരെ. ഉത്തരം സി സഹോദരരെ. ചോദ്യം 44. പരസ്പരം എന്തു ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്? എ സ്നേഹിച്ചുകൊണ്ട്, ബി സഹായിച്ചുകൊണ്ട്, സി സത്യം പറഞ്ഞുകൊണ്ട്, ഡി ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ഉത്തരം ഡി ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ചോദ്യം 45. ഞാൻ തന്നെയും ആരെപ്പോലെയാണെന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് പ്രഖ്യാപിക്കുന്നത്? എ നിങ്ങളെപ്പോലെയാണല്ലോ, ബി ക്രിസ്തുവിനെ പോലെ,
സി പിതാവിനെ പോലെ, ഡി ഒരു യഹൂദനെ പോലെ. ഉത്തരം എ നിങ്ങളെപ്പോലെയാണല്ലോ. ചോദ്യം 46. ആര് ആരോട് പറഞ്ഞു? യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? എ കേപ്പ പൗലോസിനോട്, ബി പൗലോസ് ബാർണബാസിനോട്, സി പൗലോസ് കേപ്പായോട്, ഡി യാക്കോബ് യോഹന്നാനോട്. ഉത്തരം സി പൗലോസ് കേപ്പായോട്. ചോദ്യം 47. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എ ദൈവത്തെ കബളിപ്പിക്കുന്നു, എ ബി സഹോദരനെ വഞ്ചിക്കുന്നു, സി തന്നെ വഞ്ചിക്കുന്നു, ഡി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു. ഉത്തരം സി തന്നെ വഞ്ചിക്കുന്നു. ചോദ്യം 48. എന്തു ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:18 പറയുന്നത്? എ നിയമം ലംഘിക്കുന്നുവെങ്കിൽ, ബി ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ, സി പാപികളോടൊപ്പം ഇരുന്നാൽ, ഡി ദൈവത്തെ മറന്നാൽ. ഉത്തരം ബി ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ. ചോദ്യം 49. അപ്പസ്തോലനാകാൻ വിളി ലഭിച്ചയുടനെ എവിടേക്കാണ് പൗലോസ്ലീഹ പോയത്? എ ജെറുസലേം, ബി അറേബ്യ, സി ദമാസ്കസ്, ഡി സിറിയ. ഉത്തരം ബി അറേബ്യ. ചോദ്യം 50. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പാലകന് അധീനരല്ലാത്തത്? എ വിശ്വാസം യാഥാർത്ഥ്യമായ നിലയ്ക്ക്, ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്, സി സത്യം തിരിച്ചറിഞ്ഞ നിലയ്ക്ക്, ഡി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതിനാൽ. ഉത്തരം ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്. ചോദ്യം 51. ഓരോ വ്യക്തിയും എന്തു വിലയിരുത്തട്ടെ എന്നാണ് ഗലാത്യ 6:4 പറയുന്നത്? എ സ്വന്തം പ്രവൃത്തികൾ, ബി സ്വന്തം ചെയ്തികൾ, സി സ്വന്തം ജീവിതം, ഡി സ്വന്തം അവസ്ഥ. ഉത്തരം ബി സ്വന്തം ചെയ്തികൾ. ചോദ്യം 52. ഹാഗാറിനെ ഏത് മലയോടാണ് വിശുദ്ധ പൗലോസ് താരതമ്യം ചെയ്തിരിക്കുന്നത്? എ സിയോൻ മലയോട്, ബി ഒലിവ് മലയോട്, സി അറേബ്യയിലെ സീനായ് മലയോട്, ഡി ഗലീലി മലയോട്. ഉത്തരം സി അറേബ്യയിലെ സീനായ് മലയോട്. ചോദ്യം 53. ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല എന്നതിന് മുന്നോടിയായി പൗലോസ് പറയുന്നത് എന്താണ്? എ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ, ബി വിശ്വാസമില്ലെങ്കിൽ, സി നമ്മൾ എല്ലാവരും പാപികളാണെങ്കിൽ, ഡി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ. ഉത്തരം എ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ചോദ്യം 54. കേപ്പായെ കാണാൻ പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്? എ അറേബ്യ, ബി ദമാസ്കസ്, സി ജെറുസലേം, ഡി കിലിക്യ. ഉത്തരം സി ജെറുസലേം. ചോദ്യം 55. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ് എന്നാണ് വചനം പറയുന്നത്? എ ദൈവമക്കളാണ്, ബി രാജകീയ പുരോഹിതരാണ്, സി ദൈവപുത്രന്മാരാണ്, ഡി സ്വതന്ത്രരാണ്. ഉത്തരം സി ദൈവപുത്രന്മാരാണ്. ചോദ്യം 56. ഓരോരുത്തരും എന്ത് ചെയ്തേ മതിയാവൂ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 6:5 പറയുന്നത്? എ സ്വന്തം ഭാരം വഹിച്ചേ, ബി സ്വന്തം കുരിശു വഹിച്ചേ, സി സ്വന്തം പാപം വഹിച്ചേ, ഡി സ്വന്തം തെറ്റുകൾ വഹിച്ചേ. ഉത്തരം എ സ്വന്തം ഭാരം വഹിച്ചേ. ചോദ്യം 57. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി 2 കൂട്ടരുടെ സംരക്ഷണത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്ന വിഭാഗം ഏത്? എ കാര്യസ്ഥന്മാർ, ബി ഭൃത്യന്മാർ, സി രക്ഷാകർത്താക്കൾ, ഡി ഗുരുക്കന്മാർ. ഉത്തരം എ കാര്യസ്ഥന്മാർ. ചോദ്യം 58. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. എ ഗലാത്യ 2:17, ബി 2:18, സി 2:19, ഡി 2:20. ഉത്തരം സി ഗലാത്യ 2:19. ചോദ്യം 59. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ ആര്? എ എൻ്റെ വംശത്തിൽപ്പെട്ട സമുദായക്കാർ, ബി യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ, സി സിറിയ കിലിക്യ എന്നീ ദേശങ്ങളിലുള്ളവർ, ഡി യഹൂദമതത്തിലെ പിതാക്കന്മാർ. ഉത്തരം ബി യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ.
ചോദ്യം 60. എപ്രകാരമാണ് നാമെല്ലാം ദൈവപുത്രന്മാരായി മാറുന്നത്? എ. നിയമം അനുഷ്ഠിക്കുന്നത് വഴി. ബി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. സി. ബലികൾ അർപ്പിക്കുന്നത് വഴി. ഡി. വംശപരമ്പര വഴി. ഉത്തരം ബി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ചോദ്യം 61. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് ആർക്കു നൽകണം എന്നാണ് വചനം പറയുന്നത്? എ. തൻ്റെ അധ്യാപകന്. ബി. പുരോഹിതന്. സി. ദേവാലയത്തിന്. ഡി. ദരിദ്രർക്ക്. ഉത്തരം എ. തൻ്റെ അധ്യാപകന്. ചോദ്യം 62. ഏത് കാലഘട്ടത്തിലാണ് ഗലാത്തിയായിലെ സഭയിലുണ്ടായിരുന്നവർ ദൈവമല്ലാത്തവയെ സേവിച്ചിരുന്നത്? എ. ദൈവത്തെ അറിയാതിരുന്ന. ബി. വിശ്വാസത്തിലേക്ക് വന്ന. സി. സഹനത്തിലൂടെ കടന്നുപോയ. ഡി. വിജാതീയരായിരുന്ന. ഉത്തരം എ. ദൈവത്തെ അറിയാതിരുന്ന. ചോദ്യം 63. യാക്കോബും കേപ്പായും യോഹന്നാനും ആദിമസഭയിലെ എന്തായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്? എ. നേതാക്കളായി. ബി. നെടും തൂണുകളായി. സി. ശ്രേഷ്ഠന്മാരായി. ഡി. നേതൃസ്തംഭങ്ങളായി. ഉത്തരം ഡി. നേതൃസ്തംഭങ്ങളായി. ചോദ്യം 64. ഏതു കാര്യത്തിലാണ് താൻ തീക്ഷ്ണമതിയായിരുന്നത് എന്നാണ് പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? എ. യഹൂദമത കർമ്മങ്ങളിൽ. ബി. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. സി. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുന്ന കാര്യത്തിൽ. ഡി. സഭയെ ഉന്മൂലനം ചെയ്യുന്നതിൽ. ഉത്തരം ബി. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. ചോദ്യം 65. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്നവരുടെ പ്രത്യേകത എന്തെന്നാണ് ഗലാത്യ 3:27 പറയുന്നത്? എ. അവർ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവർ ലോകത്തെ വെറുക്കുന്നു. അവർ മാലാഖമാരാകുന്നു. ഉത്തരം ബി. അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ചോദ്യം 66. ആരെ കബളിപ്പിക്കാനാവില്ല എന്നാണ് വചനം പറയുന്നത്? എ. കർത്താവിനെ. ബി. ദൈവത്തെ. സി. ക്രിസ്തുവിനെ. ഡി. സ്വന്തം മനസാക്ഷിയെ. ഉത്തരം ബി. ദൈവത്തെ. ചോദ്യം 67. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്തിയായിലെ സഭയോട് പറയുന്നത്? എ. നിന്ദിക്കുകയോ വെറുക്കുകയോ. ബി. നിന്ദിക്കുകയോ നീരസം കാണിക്കുകയോ. സി. പരിഹസിക്കുകയോ വെറുക്കുകയോ. ഡി. നിന്ദിക്കുകയോ അകറ്റി നിർത്തുകയോ. ഉത്തരം എ. നിന്ദിക്കുകയോ വെറുക്കുകയോ. ചോദ്യം 68. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. ഈ വാക്യത്തിന് മുന്നോടിയായി പൗലോസ് പറയുന്നതെന്ത്? എ. ഞാൻ നിയമം അനുസരിക്കുന്നില്ലേ. ബി. ഞാൻ വചനം പാലിക്കുന്നില്ലേ. സി. തീർച്ചയായും അങ്ങനെയല്ല. ഡി. തീർച്ചയായും അല്ല. ഉത്തരം ഡി. തീർച്ചയായും അല്ല. ചോദ്യം 69. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത് എന്താണ്? എ. ജ്ഞാനം. ബി. സുവിശേഷം. സി. കൃപ. ഡി. വിശ്വാസം. ഉത്തരം ബി. സുവിശേഷം. ചോദ്യം 70. ഗലാത്യ 3:28 എത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? എ. 3. ബി. 12. സി. 6. ഡി. 10. ഉത്തരം സി. 6. ചോദ്യം 71. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? എ. ശാപം. ബി. തിന്മ. സി. നാശം. ഡി. അനീതി. ഉത്തരം സി. നാശം. ചോദ്യം 72. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. ഇതിന് സമാനമായ ഗലാത്യ വാക്യം ഏത്? എ. ഗലാത്യ 2:16. ബി. ഗലാത്യ 2:17. സി. 2:18. ഡി. 2:19. ഉത്തരം എ. ഗലാത്യ 2:16. ചോദ്യം 73. ഗലാത്യ 1:21 വിശുദ്ധ പൗലോസ് സന്ദർശിച്ച 2 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ആ സ്ഥലങ്ങൾ? എ. താർസീസ് കിലീക്യ. ബി. സിറിയ യൂദയ. സി. സിറിയ ജെറുസലേം. ഡി. സിറിയ കിലീക്യ. ഉത്തരം ഡി. സിറിയ കിലീക്യ. ചോദ്യം 74. ഗലാത്യ 3:28 വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ രണ്ടാമത് പ്രതിപാദിക്കുന്ന വിഭാഗം ഏത്? എ. യഹൂദർ. ബി. ഗ്രീക്കുകാർ. സി. അടിമകൾ. ഡി. സ്വതന്ത്രർ. ഉത്തരം ബി. ഗ്രീക്കുകാർ. ചോദ്യം 75. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ ഭാവിയിൽ നമുക്ക് എന്ത് നേടാം എന്നാണ് ഗലാത്യ 6:9 പറയുന്നത്? എ. ദൈവരാജ്യം. ബി. സ്വർഗരാജ്യം. സി. നിത്യജീവൻ. ഡി. യഥാകാലം വിളവെടുക്കാം. ഉത്തരം ഡി. യഥാകാലം വിളവെടുക്കാം.
ചോദ്യം 76. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ഏത് കാര്യത്തിനാണ് നീതീകരണമില്ലാത്തത്? എ. പൗലോസിൻ്റെ പ്രസംഗത്തിന്, ബി. ക്രിസ്തുവിൻ്റെ മരണത്തിന്, സി. പത്രോസിൻ്റെ ശുശ്രൂഷയ്ക്ക്, ഡി. യഹൂദ ആചാരങ്ങൾക്ക്. ഉത്തരം ബി. ക്രിസ്തുവിൻ്റെ മരണത്തിന്. ചോദ്യം 77. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 3:29 പറയുന്നത്? എ. അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ബി. പുതിയ ഇസ്രായേല്യരാണ്, സി. നിയമത്തിൻ്റെ അവകാശികളാണ്, ഡി. ലോകത്തിൻ്റെ അധിപന്മാരാണ്. ഉത്തരം എ. അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ചോദ്യം 78 പൂരിപ്പിക്കുക. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് ഡാഷ് ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. എ. യേശുക്രിസ്തുവിൽ, ബി. പരിശുദ്ധാത്മാവിൽ, സി. കൃപയിൽ, ഡി. വിശ്വാസത്താൽ. ഉത്തരം ഡി. വിശ്വാസത്താൽ. ചോദ്യം 79 പിന്നീട് 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി എന്ന് ഗലാത്യ 2:1 പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ സന്ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനമേത്? എ. ഗലാത്യ 2:11, ബി. 2:18, സി. 1:18, ഡി. 1:14. ഉത്തരം സി. ഗലാത്യ 1:18. ചോദ്യം 80 എന്തു പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 4-ാം അധ്യായം ആരംഭിക്കുന്നത്? എ. എൻ്റെ കുഞ്ഞുമക്കളെ, ബി. ഭോഷന്മാരായ ഗലാത്യക്കാരെ, സി. സഹോദരരെ, ഡി. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ഉത്തരം ഡി. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ചോദ്യം 81 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ പൗലോസ് വീണ്ടും പോയത് എവിടേക്കാണ്? എ. ജെറുസലേമിലേക്ക്, ബി. അന്ത്യോക്യയിലേക്ക്, സി. എഫേസോസിലേക്ക്, ഡി. റോമിലേക്ക്. ഉത്തരം എ. ജെറുസലേമിലേക്ക്. ചോദ്യം 82 ഗലാത്യ 5, 6 എന്നീ 2 അധ്യായങ്ങളിലുമായി എത്ര തവണ വിശുദ്ധ പൗലോസ് ഗലാത്യരെ സഹോദരരെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം സി. 4. ചോദ്യം 83 പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ഏത് പ്രായത്തിൽ അവൻ അടിമയിൽ നിന്ന് വിഭിന്നനല്ല? എ. പക്വത പ്രാപിക്കുന്ന കാലം വരെ, ബി. ശിശുവായിരിക്കുന്നിടത്തോളം കാലം, സി. ബാലനായിരിക്കുന്നിടത്തോളം കാലം, ഡി. പ്രായപൂർത്തിയാകുന്നതുവരെ. ഉത്തരം സി. ബാലനായിരിക്കുന്നിടത്തോളം കാലം. ചോദ്യം 84 പൗലോസ് തൻ്റെ അപ്പസ്തോലാധികാരത്തിന് തെളിവുകൾ നിരത്തുന്ന ഒരു വാക്യമേത്? എ. ഗലാത്യ 1:12, ബി. 1:7, സി. 1:13, ഡി. 1:11. ഉത്തരം ഡി. ഗലാത്യ 1:11. ചോദ്യം 85 പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ എന്ന വചനം ഏതു വാക്യത്തിൻ്റെ ഭാഗമാണ്? എ. ഗലാത്യ 5:25, ബി. 5:15, സി. 5:5, ഡി. 5:13. ഉത്തരം ഡി. ഗലാത്യ 5:13. ചോദ്യം 86 പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കും? എ. രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും, ബി. പിതാവിൻ്റെയും മാതാവിൻ്റെയും, സി. സഹോദരരുടെയും വേലക്കാരുടെയും, ഡി. രക്ഷാകർത്താക്കളുടെയും ഗുരുക്കന്മാരുടെയും. ഉത്തരം എ. രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. ചോദ്യം 87 14 വർഷത്തിന് ശേഷം ആരോട് കൂടെയാണ് പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? എ. പത്രോസിനൊപ്പം, ബി. സീലാസിനൊപ്പം, സി. ബാർണബാസിനൊപ്പം, ഡി. തിമോത്തിയോസിനൊപ്പം. ഉത്തരം സി. ബാർണബാസിനൊപ്പം. ചോദ്യം 88 ഈ യുഗം എന്തു നിറഞ്ഞതാണെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. പാപം, ബി. അനീതി, സി. അശുദ്ധി, ഡി. തിന്മ. ഉത്തരം ഡി. തിന്മ. ചോദ്യം 89 എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എന്നാണ് ഗലാത്യ 4:4 പറയുന്നത്? എ. സമയം പൂർത്തിയായപ്പോൾ, ബി. കാലസമ്പൂർണത വന്നപ്പോൾ, സി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ, ഡി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ. ഉത്തരം ബി. കാലസമ്പൂർണത വന്നപ്പോൾ. ചോദ്യം 90 യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ എന്തായിരിക്കെയാണ് നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് എന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ. ഉദ്ധിതനായിരിക്കെ, ബി. ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ, സി. ക്രൂശിതനായി കാണപ്പെട്ടിരിക്കെ, ഡി. ഉദ്ധിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ഉത്തരം ബി. ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ചോദ്യം 91
എന്ത് എല്ലാവർക്കും അറിയാം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ആത്മാവിൻ്റെ ഫലങ്ങൾ, ബി ജഡത്തിൻ്റെ പ്രവണതകൾ, സി ജഡത്തിൻ്റെ വ്യവഹാരങ്ങൾ, ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ഉത്തരം ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ചോദ്യം 92. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ഗലാത്യ 4:4. തുടർന്നുള്ള പൗലോസിൻ്റെ പ്രസ്താവന എന്താണ്? എ കാലിത്തൊഴുത്തിൽ ജനിച്ചു, ബി നിയമത്തിന് വിധേയനായി ജീവിച്ചു, സി നിയമത്തിന് അധീനനായി ജനിച്ചു, ഡി ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു. ഉത്തരം സി നിയമത്തിന് അധീനനായി ജനിച്ചു. ചോദ്യം 93. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്ന പ്രസ്താവനയെ തുടർന്ന് വിശുദ്ധ പൗലോസ് ഗലാത്തിയായിലെ സഭയോട് ചോദിക്കുന്ന ചോദ്യം എന്ത്? എ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്, ബി നിങ്ങളെ ആരാണ് അവിശ്വസിപ്പിച്ചത്, സി നിങ്ങളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്, ഡി നിങ്ങളെ ആരാണ് വഴിതെറ്റിച്ചത്. ഉത്തരം എ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്. ചോദ്യം 94. മൂന്നാമതായി പ്രതിപാദിക്കുന്ന ജഡത്തിൻ്റെ വ്യാപാരം ഏതാണ്? എ വിദ്വേഷം, ബി ദുർവൃത്തി, സി വിഗ്രഹാരാധന, ഡി മദ്യപാനം. ഉത്തരം ബി ദുർവൃത്തി. ചോദ്യം 95. നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു വിമുക്തരാക്കിയത്? എ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്, ബി തന്നിൽ വസിക്കുന്നതിന്, സി ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന്, ഡി നിത്യജീവന് വേണ്ടി. ഉത്തരം എ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. ചോദ്യം 96. ബാർണബാസിനോടുകൂടെ പൗലോസ് ജെറുസലേമിലേക്ക് പോകാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? എ സഭയുടെ കൽപ്പനയനുസരിച്ച്, ബി ഒരു വെളിപ്പാടനുസരിച്ച്, സി പത്രോസിൻ്റെ ക്ഷണമനുസരിച്ച്, ഡി സ്വന്തം താൽപ്പര്യപ്രകാരം. ഉത്തരം ബി ഒരു വെളിപ്പാടനുസരിച്ച്. ചോദ്യം 97. അഞ്ചാമതായി പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഏതാണ്? എ വിശ്വസ്തത, ബി നന്മ, സി ദയ, ഡി ക്ഷമ. ഉത്തരം സി ദയ. ചോദ്യം 98. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന എന്താണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? എ തൻ്റെ വചനത്തെ, ബി തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, സി പരിശുദ്ധാത്മാവിനെ, ഡി തൻ്റെ സ്നേഹത്തെ. ഉത്തരം ബി തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. ചോദ്യം 99. ഗലാത്യ 2:10 പൗലോസ് ഇപ്രകാരം പറയുന്നു, അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഏതു തന്നെ? എ സുവിശേഷം പ്രസംഗിക്കുക, ബി ദരിദ്രരെപ്പറ്റി ചിന്ത വേണം, സി മരിച്ച് അവനോട് കൂടെ ആയിരിക്കുക, ഡി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ഉത്തരം ഡി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 100 പൂരിപ്പിക്കുക. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് ഡാഷ്, അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ, ബി നിയമത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ, സി പാരമ്പര്യത്താലോ, ഡി മോശയുടെ നിയമത്താലോ. ഉത്തരം എ നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.